കശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യയുടെ രക്തം ചിന്തിയ പാകിസ്ഥാൻ കരുതിയിരുന്നു തിരിച്ചടി നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതിന് നിങ്ങളുടെ കുടിവെള്ളം പോലും ഇന്ത്യ മുട്ടിക്കും. പാകിസ്ഥാന് തീവ്രവാദത്തിന്റെ മുഖം നൽകിയത് ആരാണ്? അത് മറ്റാരുമല്ല, ലോകത്തെവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്ക തന്നെയാണ്. ഭീകരവാദത്തെ ഇന്ന് എതിർക്കുന്ന അതേ അമേരിക്കയാണ് ലോകരാജ്യങ്ങളിൽ പലയിടത്തും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത്. പഹൽഗാമിൽ നടന്ന സംഭവത്തിന് പിന്നിലും അമേരിക്കയുടെ അദൃശ്യമായ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, പാകിസ്ഥാൻ തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചോദ്യം: ഇന്ത്യ തക്ക മറുപടി പാകിസ്ഥാന് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉത്തരം എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. 3 ദശാബ്ദകാലമായി പാകിസ്ഥാൻ എന്ന രാജ്യം തീവ്രവാദത്തെ പിന്തുണയ്ക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുകയാണെന്ന് വെളിപ്പെടുത്തി പാക് പ്രതിരോധ മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യം ഇപ്പോഴും അനുഭവിക്കുന്നതിന് കാരണം ഈ ഒരൊറ്റ തെറ്റിനാലാണെന്നും ഖ്വാജ വ്യക്തമാക്കി. 30 വർഷമായി അമേരിക്കയ്ക്ക് വേണ്ടി വൃത്തികെട്ട പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ബ്രിട്ടനും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും അത് ചെയ്യുന്നു. സ്കൈ ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലാണ് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ആസിഫ് ഖ്വാജ മറുപടി നൽകിയത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിലൊന്ന് കശ്മീരിൽ ഇന്ത്യക്കെതിരെ നടക്കുകയും പാകിസ്ഥാനുമായുള്ള മുഴുവൻ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിക്കാനും പാകിസ്ഥാൻ ഭീകരതയെ വളർത്തുന്നു എന്ന ശക്തമായ വിമർശനം കാലങ്ങളായി ഉയർന്നതിനും പിന്നാലെയാണ് ആസിഫ് ഖ്വാജ നിർണായകമാണെന്ന് പറയാവുന്ന ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സോവിയറ്റ് യൂണിയനെതിരായ US യുദ്ധത്തിലും ലോക വ്യാപാര കേന്ദ്രത്തിനെതിരായ ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ സംഭവങ്ങളിലും പാകിസ്ഥാൻ അമേരിക്കയ്ക്കൊപ്പം ചേർന്നില്ലായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ വിശ്വസനീയത മറ്റൊന്നായി മാറുമായിരുന്നുവെന്നും ഖ്വാജ പറഞ്ഞു. പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് പ്രശ്നം സങ്കീർണമായാൽ അത് യുദ്ധത്തിൽ കലാശിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം രാജ്യത്ത് സംഘർഷവും വർഗീയ കലാപവും ലക്ഷ്യമിട്ട് നടന്ന ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അലയടിച്ചത്. കശ്മീരിൽ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒന്നിച്ചു നിന്ന് ഭീകരതയെ തള്ളിപ്പറഞ്ഞ രംഗം നമ്മൾ കണ്ടതാണ്. വിവിധ സംഘടനകളുടെ ആഹ്വാനപ്രകാരം കടകളും വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും അടച്ചിട്ട് ബന്ദ് ആചരിച്ചു. പൊതുഗതാഗതം നിലച്ചു. ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞ് റാലിയും കശ്മീരി ജനത നടത്തി. ഭീകരാക്രമണത്തിനെതിരെ 35 വർഷത്തിനിടെ ആദ്യമായാണ് കാശ്മീരിൽ ബന്ദ് പോലും നടന്നത്. അതായത് കശ്മീരിന്റെ മുഖം മാറി എന്നതിന്റെ, കശ്മീരിന്റെ സ്വഭാവം മാറി എന്നതിന്റെ അടയാളം കൂടിയാണിത്. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദി റെസിഡന്റ് ഫ്രണ്ട്, അതായത് TRF, ലഷ്കർ-ഇ-തോയ്ബയുടെ B ടീം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭീകര സംഘടനയാണ്. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് TRFന്റെ പിറവി പോലും സംഭവിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിലെ ഏറ്റവും പിരിമുറുക്കമുള്ള ഘട്ടത്തിലേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു ശാഖയാണെന്ന് കരുതപ്പെടുന്ന തീവ്രവാദ സംഘടനയായ റെസിഡന്റ് ഫ്രണ്ട് ഈ ഭയാനകമായ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്തെത്തി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ഈ ഭീകര സംഘടനകൾക്ക് അഭയം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്തതിന് ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത്. പാകിസ്ഥാന്റെ പ്രകോപനപരമായ ഈ ആക്രമണത്തിന് പിന്നാലെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ നിർബന്ധിക്കപ്പെടുകയാണ്. സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ആദ്യം തന്നെ ഇന്ത്യ ചെയ്തത്. മാത്രവുമല്ല, വാഗ അട്ടാരി അതിർത്തി അടച്ചുപൂട്ടി. ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരോട് 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിടുകയും ചെയ്തു. ഇസ്ലാമാബാദിൽ നിലയുറപ്പിച്ച സൈനിക ഉപദേഷ്ടാക്കളെയും ഇന്ത്യൻ സർക്കാർ പിൻവലിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഇന്ത്യൻ നഗരങ്ങളിൽ വൻ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ മാറിലേക്ക് നിറയൊഴിച്ച പാകിസ്ഥാനെതിരെ ആയുധമെടുക്കാനും ഒരിക്കലും മറക്കാനാകാത്ത മറുപടി നൽകാനുമാണ് ജനങ്ങളുടെ ആവശ്യം. കേവലം ആയുധങ്ങൾ കൊണ്ട് മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ തിരിച്ചടി എന്നതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. പെഹൽഗാം സംഭവത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നിലപാടുകൾ പാകിസ്ഥാനെ വല്ലാതെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും കടുത്ത നയതന്ത്ര നടപടികൾ എടുത്ത സാഹചര്യത്തിൽ പാകിസ്ഥാനും തിരിച്ച് നയതന്ത്ര ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഷിംല കരാർ റദ്ദാക്കി. ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു ബദലായിട്ടാണ്
ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കിയിരിക്കുന്നത്. നയതന്ത്ര പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കുകയും വിമാനമാർഗം അടയ്ക്കുകയും ചെയ്തു. വിസ നിർത്തലാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചാണ് പാകിസ്ഥാന്റെ നടപടികൾ ഇപ്പോൾ വരുന്നത്. ഇന്ത്യ ചെയ്യുന്നത് പോലെ അതേ രൂപത്തിൽ തിരിച്ചു നടപടിയെടുക്കുകയാണ് പാകിസ്ഥാൻ. മാത്രവുമല്ല, ഇസ്ലാമാബാദിൽ പാക് സൈന്യം മിസൈൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്ത് സംഭവിച്ചാലും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്ന് പാകിസ്ഥാൻ അറിയിക്കുകയായിരുന്നു ഇതിലൂടെ. എന്നാൽ ഇന്ത്യ ആകട്ടെ കപ്പൽ പടയെ സജ്ജമാക്കി കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അതിനു മുൻപ് വർഷങ്ങൾ പഴക്കമുള്ള കരാറുകൾ റദ്ദു ചെയ്യുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് വലിയ ചർച്ചാ വിഷയം. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടെ പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ വലിയ തിരിച്ചടി. ഇതിനു മറുപടി എന്നോണമാണ് ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്നത് ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. എന്താണ് ഷിംല കരാർ? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ പറയാം. 1972 ജൂലൈ 2 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഷിംലയിൽ വെച്ച് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് ഷിംല കരാർ എന്നാണ് അറിയപ്പെടുന്നത്. 1971 ഡിസംബറിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിന് ശേഷമാണ് ഈ കരാർ ഉണ്ടായത്. അതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള 99,000-ത്തിലധികം സൈനികർ അവരുടെ ലഫ്റ്റനന്റ് ജനറൽ നിയാസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യത്തിനും അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനും ബംഗ്ലാദേശിനു മുന്നിൽ കീഴടങ്ങി. ഷിംല കരാറിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് ഈ ഷിംല കരാർ. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ വെച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സമാധാന കരാർ ഒപ്പുവെക്കുന്നത്. തൊട്ടു മുൻപത്തെ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട പാകിസ്ഥാൻ സൈനികരെ മോചിപ്പിച്ചതും ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിച്ചതും ഈ കരാർ തന്നെയാണ്. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ നിയന്ത്രണ രേഖ, അതായത് LOC, ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതും ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. 1947 ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിനൊടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അഭ്യർത്ഥന പ്രകാരം ഐക്യരാഷ്ട്രസഭ പ്രശ്നത്തിൽ ഇടപെടുകയും 1948 ഓഗസ്റ്റ് 13 പാസാക്കപ്പെട്ട ഒരു പ്രമേയത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ 1945 ജനുവരിയിൽ ഒരു വെടിനിർത്തൽ രേഖ നിലവിൽ വരികയും ചെയ്തു. ഈ രേഖയിലെ വെടിനിർത്തൽ നിരീക്ഷിക്കാൻ നിരീക്ഷണ സമിതിയും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 1972 ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ ഒപ്പുവെച്ച് പിന്നീട് ഇരു പാർലമെന്റുകളും അംഗീകരിച്ച ഷിംല കരാർ യാഥാർത്ഥ്യമായതോടെ ഈ വെടിനിർത്തൽ രേഖ നിയന്ത്രണ രേഖയായി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയാണ് ചെയ്തത്. ചരിത്രപരമായി വലിയ പ്രാധാന്യവും നിർണായകവുമായ കരാറുകളാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഇപ്പോൾ ഇല്ലാതാകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ പാകിസ്ഥാൻ തന്നെയെന്ന് തെളിവുകൾ ശേഖരിച്ചു വരികയാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഇക്കാര്യം നേരിട്ട് പങ്കുവെക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതായത് ഇതിനെല്ലാം പിറകിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ എന്ന് തെളിവുകൾ സഹിതം ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇന്റലിജൻസ് തെളിവുകളും വിശ്വസനീയമായ ചില തെളിവുകളും ഉൾപ്പെടെയുള്ളവയാണ് ഇന്ത്യ ശേഖരിച്ചിട്ടുള്ളത്. ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടാൽ അറിയാവുന്നവരെ അടക്കം മൊഴികൾ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട്. ഭീകരരും അവരുടെ സംഘടനയുടെയും ഇലക്ട്രോണിക് ഒപ്പ് അടക്കമുള്ളവ പാകിസ്ഥാനിലും സ്ഥിരം ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഭീകരർ പരിശീലനം നേടിയത് പാകിസ്ഥാനിലാണെന്നും അവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്തുകയായിരുന്നു എന്നതിനുള്ള തെളിവുകളും ഇന്ത്യ ശേഖരിച്ചു കഴിഞ്ഞു. ഇക്കാര്യം പ്രധാന രാജ്യങ്ങളുടെ പ്രതിനിധികളെയെല്ലാം ഇന്ത്യ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്നും ആണവായുധം കയ്യിലുള്ള രാജ്യമാണ് പാകിസ്ഥാനെന്ന് ഇന്ത്യ മറക്കരുതെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫയുടെ മുന്നറിയിപ്പും വന്നു. കൂടാതെ ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും അന്താരാഷ്ട്ര തലത്തിലുള്ള ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും ഭീകരരുടെ വീടുകൾ സുരക്ഷാസേന തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാശ്മീരിലുള്ളത്. ജെയ്ഷ്-ഇ-മൊഹമ്മദ് ഭീകരൻ അഹ്സാൻ ഉൽ ഹക്ക്, ലഷ്കർ-ഇ-തൊയ്ബ ഭീകരൻ ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് സുരക്ഷാസേന ഇതിനോടകം തകർത്ത് കളഞ്ഞത്. അഹ്സാൻ ഉൽ ഹക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ പുൽവാമയിലെ മുറാനിലെ വീടും ഹാരിസ് അഹമ്മദിന്റെ പുൽവാമയിലെ കച്ചിപ്പോറയിലെ വീടുമാണ് സുരക്ഷാസേന തകർത്ത് കളഞ്ഞത്. ഇരുവർക്കും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ളതായി സുരക്ഷാസേന കണ്ടെത്തിയതിനെ തുടർന്നാണ് വീടുകൾ തകർത്തത്. കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കശ്മീരികളായ 2 ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടം ഇതിനോടകം തന്നെ തകർത്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് സൈന്യത്തിന്റെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്.
പാക് സൈന്യത്തിന്റെ വിവിധ പോസ്റ്റുകളിൽ നിന്നാണ് ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് വെടിവെപ്പ് നടന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയിലും ഇന്ന് പുലർച്ചെയുമാണ് ചെറിയ തോതിൽ വെടിവെപ്പ് നടന്നതെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു. പാക് സൈന്യം വെടിവെച്ചതിന് പിന്നാലെ ഇന്ത്യൻ സുരക്ഷാ സേന ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ആശ്വാസകരം. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോറയിൽ വെള്ളിയാഴ്ച പുലർച്ചെ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. വെടിവെപ്പിൽ ഒരു ഭീകരരും 2 സുരക്ഷാ സേനാംഗത്തിനും പരിക്കേറ്റു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കായിട്ടുള്ള വ്യാപക തിരച്ചിലാണ് ഇന്ത്യ ഇപ്പോൾ. പീർ പഞ്ചാൽ വനമേഖലയിലാണ് സൈന്യവും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഭീകരരുടെ വിവരം കൈമാറുന്നവർക്ക് 20 ലക്ഷം രൂപ സൈന്യം പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പുഞ്ച്, രജൌരി ജില്ലകളിലെയും പീർ പഞ്ചാൽ വനമേഖലയിലും സുരക്ഷാ സ്ഥിതിഗതികൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വിലയിരുത്തി വരികയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ തക്ക മറുപടി പാകിസ്ഥാന് നൽകിയിരിക്കും. മാത്രവുമല്ല, വലിയൊരു യുദ്ധത്തിലേക്കുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങുന്നുണ്ടോ എന്ന ആശങ്കകളും പ്രകടമാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ.